പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 31 മുതൽ 47 വരെ. അക്കാലത്ത് യേശു യഹൂദന്മാരോട് അരുളിച്ചെയ്തു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്ന ഞാൻ, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പരമപരിശുദ്ധ ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയരെ, സ്തുതിയായിരിക്കട്ടെ. തപസ് കാലത്തിലെ 4-ാമത്തെ ആഴ്ചയിലെ ഈ ബുധനാഴ്ച ഏപ്രിൽ 2-ാം തീയതി ഈ രാത്രി ഈശോനാഥൻ വളരെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും നമ്മളെ പൊതിഞ്ഞു പിടിക്കാൻ അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ സന്നിധിയിലാണ് നമ്മൾ എന്നുള്ളത് തിരിച്ചറിയുക. ഈ സുവിശേഷ ഭാഗത്ത് 40-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുക. ഈശോനാഥൻ നമ്മളെ നോക്കി പറയുകയാണ്, എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്ത്? ഈശോയിലേക്ക് നമ്മൾക്ക് ഈ തപസ് കാലത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ അവിടുത്തെ ചൂടിലും ചൂരിലും അവിടുത്തെ ചിറകിൻ കീഴിലും അവിടുത്തെ കരത്തിൻ കീഴിലും നമ്മെ തന്നെ എളിമപ്പെടുത്തി ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈശോ പറയുക. ആ ഈശോയിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയിലേക്ക്, ആ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു ചെന്ന് ഈശോയുടെ തിരുവിലാവിലേക്ക് കയറിച്ചെന്ന് അവിടുത്തെ തിരുഹൃദയത്തിൽ നമുക്കുള്ള ഇടത്ത് സ്വസ്ഥമായി സുരക്ഷിതമായി ജീവനോടെ ഇരിക്കുവാൻ
നമ്മളെ ക്ഷണിക്കുന്ന ഈശോയെയാണ് ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുക. കാളക്കുട്ടിയെ ആരാധിക്കാൻ പോകുന്ന ജനം. ഇപ്പോഴും ഈ ഈശോയിൽ വിശ്വാസമില്ലാതെ പല വിഗ്രഹങ്ങളിലേക്കും പല ചിന്തകളിലേക്കും പല ആദർശങ്ങളിലേക്കും പല മനോഭാവങ്ങളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെയും പൈശാചിക ശക്തികളുടെയും പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ചേർത്ത് പിടിക്കുവാൻ ഈ തപസ് കാലത്തിൻ്റെ ഈ പകുതി കഴിഞ്ഞിട്ടും ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രം ഈ തപസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെത്താൻ. ഇതൊരു അനുഗ്രഹത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വിടുതലിൻ്റെയും ജീവൻ്റെയും ദിനങ്ങളാകുവാനായിട്ട് തിരുവചനങ്ങൾ നമ്മളെ ക്ഷണിക്കുകയാണ്. കൂദാശകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാനയും കുംഭസാരവുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മൾ ഒത്തിരി പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. കുരിശെടുക്കുന്നു, നടന്നു പോകുന്നു, നമ്മുടെ ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നു. ഒരുപാട് ലൗകികമായ പ്രായശ്ചിത്തങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അവനോട് ചേർന്നിരിക്കുവാൻ നമ്മൾ മറന്നു പോകുന്നുണ്ടോ? അവൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മളെ വിട്ടുകൊടുക്കുവാൻ, പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെയൊക്കെ രക്ഷിക്കുവാൻ കടന്നു വരുന്ന ഈശോയിലേക്ക്, ആ ജീവനിലേക്ക് നമ്മെ തന്നെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഈ രാത്രി നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാകട്ടെ. അവിടുത്തെ ചിറകിൻ കീഴിലും അവിടുത്തെ സുരക്ഷിതത്വത്തിലും അവിടുത്തെ കരവലയത്തിലും അവിടുത്തെ തിരുവിലാവിലും ഈ രാത്രി നമുക്കുറങ്ങാം. പുതിയൊരു പുലരി, പുതിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായിട്ടും വിടുതലിൻ്റെയും കൃപകളുടെയും ദിനങ്ങളാക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുകളാക്കുവാനായിട്ട് നല്ലൊരു കുംഭസാരത്തിൻ്റെ ഹൃദയത്തോടുകൂടി നമുക്ക് ഈ രാത്രി കഴിച്ചുകൂട്ടാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 31:5. ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ് ഐ കമൻഡ് മൈ സ്പിരിറ്റ്. കർത്താവെ, അങ്ങേ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. അവിടുന്ന് രക്ഷകനായ ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു രാത്രിയും പുതിയ പുലരിയും ദൈവത്തിൻ്റെ കരുതലും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും എല്ലാവരെയും ഈ ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹത്തിലും തണലിലുമായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.